എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതിൽ പറയുന്നത് മകീരം നക്ഷത്രഫലമാണ് പറയുന്നത്. ഈ തേങ്ങാക്കണ്ണ് പോലെ കാണപ്പെടുന്ന 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകീരം നക്ഷത്രം. നക്ഷത്രത്തിൻ്റെ അധിപനോ ചൊവ്വയാണ്. ദേവത ചന്ദ്രനാണ്. ദേവഗണത്തിൽപ്പെട്ടതാണ് ഈ നക്ഷത്രം. മൃഗം പാമ്പാണ്. കരിങ്ങാലി വൃക്ഷമാണ്. പുല്ല് പക്ഷിയാണ്. ഭൂമിയാണ് ഭൂതം. ഈ നക്ഷത്രം പൊതുവെ ശുഭകാര്യങ്ങളിലൊക്കെ ചെയ്യാനൊക്കെ നല്ല പറ്റിയ നക്ഷത്രമാണ്. ഈ വാഹനം മേടിക്കുക, വീട് ഗൃഹപ്രവേശം, വിവാഹം, ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്ക് പറ്റിയിട്ടുള്ള നക്ഷത്രമാണ് ഈ നക്ഷത്രം. ഇതിൽ ജനിച്ചവർ ശരീരപുഷ്ടിയും കീർത്തിയും സൗന്ദര്യമുള്ളവരായിരിക്കുന്നവരാണത്. അയാളുടെ മനസ്സിലിരിപ്പ് മറ്റുള്ളവർക്ക് അറിയാൻ പ്രയാസമായിരിക്കത്രേ. ഈശ്വരഭക്തി, നൃത്തസംഗീതാദി കലകളിലൊക്കെ താല്പര്യം ഉണ്ടാവുക, എല്ലാവരോടും സഹകരണശീലമൊക്കെ ഉണ്ടായിരിക്കും. പെട്ടെന്ന് കോപിച്ച് ഉടനെ സന്തോഷിക്കുന്നവരും ആവും. സമ്പന്നരായിരിക്കത്രേ. ദയാശീലരായിരിക്കും. കാര്യനിർവഹണത്തിൽ സമർത്ഥരായിരിക്കും. പ്രവർത്തന രംഗങ്ങളിൽ ആവേശം പ്രകടിപ്പിക്കും. ചതുരമായി സംഭാഷണം ചെയ്യാൻ കഴിവുള്ള ഇവരുടെ വാക്കുകൾ ചിലപ്പോൾ വിഷമലിപ്തമായി മാറുന്നത് സാധാരണമാണ്. ഈ വാക്സാമർത്ഥ്യം കൊണ്ട് മൂടിവെക്കുവാനും ഇവർക്ക് കഴിയുന്നവരാണത് എന്തും. അവർ പൊതുവെ അധ്വാനശീലരും കുടുംബസ്നേഹികളും മാതൃഭക്തരും ഈശ്വര വിശ്വാസികളുമായിരിക്കും. ബാല്യകാലത്തിൽ വേണ്ട സുഖം അനുഭവപ്പെട്ടില്ലെങ്കിലും പിന്നീട് ക്രമേണ സമ്പന്നത, സൗഖ്യം, നല്ല വീട്, നല്ല വാഹനം എന്നിവ നേടാനുള്ള യോഗങ്ങൾ ഇവർക്ക് ഉണ്ട്. സ്ത്രീകൾ പൊതുവെ രൂപവതികളാണ്. നല്ല പണം കൈകാര്യം ചെയ്യുന്നതിൽ സമർത്ഥരാണ്. നല്ല സംഭാഷണത്തിലൂടെ ആരെയും വശത്താക്കാൻ ഇവർക്ക് കഴിവ് കൂടും. ധർമ്മബുദ്ധിയുള്ള ഇവർ സന്താന സൗഭാഗ്യം അനുഭവിക്കും. പല വിധത്തിലുള്ള ആഭരണങ്ങൾ സന്തോഷം കണ്ടെത്തും. നല്ല പുത്രന്മാർ, ശരീരശുദ്ധി ഇവരോട് കൂടിയ ഇവരും ധർമ്മത്തെ ആചരിക്കുന്നവരുമായിരിക്കുന്നവരാണ് ഇവർ. ശിരോരോഗങ്ങൾ, ഞരമ്പ് രോഗങ്ങൾ, മുറിവ്, ചതവ്, രക്തദൂഷ്യം, ആമാശയ രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ വേഗം വിധേയരാകുത്രേ. ആരോഗ്യക്കുറവ്, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ കൊണ്ട് ചെറുപ്പകാലം അങ്ങനെ അങ്ങോട്ട് പോകത്രേ. പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരാണ് ചെറുപ്പത്തിലൊക്കെ. വിദ്യാഭ്യാസത്തിന് ഈ കാലത്ത് മാന്ദ്യമോ തടസ്സമോ ഒക്കെ ഉണ്ടാകാം. ചിലർക്കുണ്ടാവും. ചിലരുടെ ജാതകഫലം കൊണ്ട് നന്നാവാനുള്ള യോഗങ്ങളും ഈ മകീര നക്ഷത്രക്കാർക്ക് ഉണ്ട്. 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള കാലം പൊതുവെ അഭിവൃദ്ധികരമാണെന്നാണ് പറയുന്നത്. 27 വയസ്സിന് ശേഷമാണ് നേട്ടങ്ങളൊക്കെ ഉണ്ടാവുക. ഈ കാലത്ത് സ്വജന വിരോധം, ദോഷകരമായ കൂട്ടുകെട്ട് എന്നിവയുണ്ടാവാമെന്ന് പറയുന്നുണ്ട്. 56 വയസ്സ് വരെ നന്നായി തുടരും. അത് കഴിഞ്ഞാൽ ജീവിതം പൊതുവെ ശാന്തമായിരിക്കുന്നതാണ് പറയുന്നത്. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഒരു 50-50 ആയിട്ട് അങ്ങനെ പോകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് പറയുന്നത്. അടുത്തത് തിരുവാതിര.